കോഴിക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ദൃഢമാകുന്നതിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ കാണുവാൻ സാധിച്ചത്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചങ്ങരോത്ത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി കൺവെൻഷൻ ചേരുകയുണ്ടായി. കുടുംബയോഗങ്ങളിലൂടെയും സ്കൂൾ വർക്കുകളിലൂടെയും വെൽഫെയർ പാർട്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ചങ്ങരോത്ത് പഞ്ചായത്തിലും അതിൻ്റെതായ വർക്ക് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം. വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ UDF-ന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കേരളത്തിലുടനീളം സജീവമായി രംഗത്തിറങ്ങുമ്പോൾ ഏറ്റവും സജീവമായി രംഗത്തിറങ്ങുമെന്ന് നമ്മൾ തീരുമാനിച്ച പഞ്ചായത്താണ് ഈ ചങ്ങരോത്ത് പഞ്ചായത്ത്. ചേതൻ സാജൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ചേതൻ, വളരെ വ്യക്തമായി ഈ കൺവെൻഷനിൽ ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾ UDF-നൊപ്പമാണെന്ന്. യഥാർത്ഥ ഡീല് നമുക്കവിടെ വ്യക്തമാവുകയില്ല. ഈ കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥി കൂടി എത്തിച്ചേരുമെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. അതെ സിന്ധൂരി, ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ഫ്രിഞ്ച് എലമെന്റ്സ് നുഴഞ്ഞു കയറുന്നു എന്ന കാര്യമാണ് പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ സംസ്ഥാനത്ത് UDF-ഉം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള സഖ്യം അത് പരസ്യമായി, പണ്ടൊക്കെ അവിശുദ്ധ സഖ്യം രഹസ്യമാണെങ്കിൽ ഇപ്പോൾ പരസ്യമായി മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് കോഴിക്കോട് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ ചെങ്ങരോത്ത് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഒരു നോട്ടീസ് പുറത്തു വരുന്നു. ഈ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ ഒരു നോട്ടീസ് പുറത്തു വരുന്നു. ചങ്ങരോത്ത് പഞ്ചായത്തിൽ കൺവെൻഷൻ നടക്കാൻ പോകുന്നു വെൽഫെയർ പാർട്ടി. അതിൽ ഈ UDF-ന്റെ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തെഹലിയ പങ്കെടുക്കുമെന്ന നോട്ടീസാണ് ആദ്യം പുറത്തു വന്നത്. സ്വാഭാവികമായും നമ്മളിത് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ പോയി ഈ കൺവെൻഷൻ സ്ഥലത്തേക്ക് പോയി. ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ റസാഖ് പാലേരിയുടെ പ്രസംഗമാണ്. ഈ പ്രസംഗത്തിൽ ഉടനീളം UDF-നെ പിന്തുണയ്ക്കണം, UDF സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം, അതിനുവേണ്ടി എല്ലാ നിയോജക മണ്ഡലങ്ങളും പരമാവധി പണിയെടുക്കണമെന്ന ആഹ്വാനമാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ റസാഖ് പാലേരിയുടെ ഈ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായ കാര്യം. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥി പങ്കെടുക്കുമെന്ന് വ്യക്തമായി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും ഈ വിവരം അറിഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് ഈ ചങ്ങരോത്ത് പഞ്ചായത്തിലെ കൺവെൻഷനിൽ എത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞ് സ്ഥാനാർത്ഥി അവിടുന്ന് മുങ്ങിയതായിരുന്നു. അതേ, ഈ സ്ഥാനാർത്ഥി അവിടെ വിട്ടുനിന്നു, അങ്ങോട്ടേക്ക് വന്നില്ല, പങ്കെടുത്തില്ല. നമ്മളിത് അന്വേഷിച്ച് സ്ഥാനാർത്ഥിയെ ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് അനാരോഗ്യം കാരണമാണ് ഇത്തരത്തിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാത്തത് എന്ന വിശദീകരണമാണ് UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ എടുത്തു പറയേണ്ടത്, ഈ കൺവെൻഷനോടുകൂടി ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും അതുപോലെ തന്നെ UDF ജമാഅത്തെ ഇസ്ലാമി UDF-ഉമായുള്ള ബന്ധം തന്നെയാണ് പ്രധാനമായും പുറത്തു വന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ അറിയേണ്ടത്, ഈ UDF നേതാക്കളുടെ അറിവോടുകൂടിയാണോ ഈ കൺവെൻഷൻ പ്ലാൻ ചെയ്തത് എന്ന കാര്യമാണ്. കാരണം ഒരിക്കലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പങ്കെടുക്കുമെന്ന് അങ്ങനെ വെറുതെ എഴുതില്ലല്ലോ. അവർ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയോട് ചോദിച്ച് കാണണം, നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല, ഉറപ്പായും അവർ ഒക്കെ പറഞ്ഞു കാണണം. എങ്കിൽ മാത്രമല്ലേ ഈ ഇത്തരത്തിൽ നോട്ടീസിൽ അവരുടെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ പേര് എഴുതി വെക്കുകയുള്ളൂ. ഏതായാലും ഈ വിഷയമായി പരിശോധിച്ചാൽ സമസ്തയിലെ APEK വിഭാഗം ശക്തമായ ഈ മുസ്ലിം സമുദായ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അവർ ആദ്യമേ സമസ്ത ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരു വർഗീയ ശക്തികളോടും സന്ധി ചെയ്യാൻ പാടില്ല എന്ന ആദ്യമേ സമസ്ത വ്യക്തമാക്കിയതാണ്. ഇനി നമ്മൾ അറിയേണ്ടത്, ഈ UDF-ലെ പ്രമുഖ നേതാക്കളായ VD സതീശനടക്കമുള്ള നേതാക്കൾ ഇതിനോട് പ്രതികരണം ചോദിക്കണം. പക്ഷേ ഇക്കാര്യം നേരത്തെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം അവർക്ക് വർഗീയതയൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴില്ല എന്ന നിലപാടൊക്കെയാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ മുമ്പ് ഉണ്ടായിരുന്നത്. ഇതേ നിലപാട് തന്നെയാണോ രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും ഉള്ളത് എന്ന കാര്യങ്ങളടക്കം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സിന്ധൂരി.